ഹേ കൃഷ്ണ. ഭഗവത്ഗീത 2-ാം അധ്യായമാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. 2-ാം അധ്യായത്തിൽ 39 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളിൽ നിഷ്കാമ കർമ്മത്തെക്കുറിച്ചും കൃഷ്ണാവബോധത്തെക്കുറിച്ചും ഭഗവാൻ വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം തൊട്ടടുത്ത ശ്ലോകത്തിൽ 54-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് അതിപ്രധാനമായ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെയാണത്? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, പിന്നെയോ സമാധിസ്ഥസ്യ കേശവ, സ്ഥിതതീം കിം പ്രഭാഷേത കിമാസീത വ്രജേതക്ക്. അതായത് എന്താണ്? അല്ലയോ കൃഷ്ണ, ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അല്ലേ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ത്? കാ ഭാഷ. പിന്നെയോ സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയായിരിക്കും? അതിനുള്ള ഭഗവാന്റെ മറുപടിയാണ് 55-ാമത്തെ ശ്ലോകം മുതൽ 72 വരെ. അപ്പം ഇതെല്ലാം എന്ത്? ഒരു ഭക്തനെ വാർത്തെടുക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. എങ്ങനെയായിരിക്കണം ഒരു ശുദ്ധ ഭക്തൻ? അർജുനന്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഉത്തരമായിട്ട് 55-ാം ശ്ലോകം മുതൽ 2-ാം അധ്യായത്തിലെ 72-ാം ശ്ലോകം വരെ ഭഗവാൻ സ്ഥിതപ്രജ്ഞനായ, അതായത് പൂർണ്ണ ഭക്തൻ, കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തന്റെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുകയാണ്. ഇതുവരെ കൃഷ്ണൻ വിവരിച്ച ആത്മീയാവസ്ഥ കൈവരിച്ച ഒരു വ്യക്തിയെ എങ്ങനെ അറിയാമെന്ന ജിജ്ഞാസയാണ് അർജുനൻ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥിതപ്രജ്ഞയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്ങനെ ആയിരിക്കണം അല്ലേ, അദ്ദേഹത്തിൻ്റെ സവിശേഷതകളും, അല്ലെങ്കിൽ അങ്ങനെ ആവാം, ഒരു സ്ഥിതപ്രജ്ഞൻ ഒരു വ്യക്തിക്ക് എങ്ങനെയാവാം എന്നതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. അപ്പം ഇവിടെ അർജുനൻ എന്താണ് ചെയ്യുന്നത്? ആ വ്യക്തിയെ എങ്ങനെ അറിയാം, എങ്ങനെയാണ് ആ വ്യക്തിയെ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കുന്നത്? അത് നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 60 ശ്ലോകം വരെയായി. ഇന്ന് 61-ാമത്തെ ശ്ലോകം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരാ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് ആരാണ്? സ്ഥിര ബുദ്ധിയുള്ളവൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്താവും? മന്ദബുദ്ധികളാണെന്ന് കണക്കാക്കേണ്ടി വരും ഭഗവാന്റെ ഈ ഒരു ഉത്തരവനുസരിച്ച്. അപ്പം നമ്മൾ മറ്റു പലരെയും കളിയാക്കാറുണ്ട് മന്ദബുദ്ധികളെന്ന്. പക്ഷേ ഭഗവാൻ ഇവിടെ പറയുന്നത് നമ്മളെല്ലാവരും ബുദ്ധിസ്ഥിരതയില്ലാത്തവരാണ്. അപ്പം ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ എന്ന് പറയുന്നത് ആരെയാണ്? ഭഗവാൻ. അപ്പം എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. അപ്പം പൂർണ്ണമായും കൃഷ്ണാവബോധമുള്ളവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. അപ്പം ഈ ഒരു വരിയിലെ കാതലായ തത്വം എന്ന് പറയുന്നത് എന്ത്? ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ സാധ്യമാക്കാം? അതാണ് പറയുന്നത്, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കണം. അപ്പം സാധാരണ യോഗമുറകളിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബലമായിട്ട് പിടിച്ചു കെട്ടാന് അല്ലെങ്കിൽ അടിച്ചമർത്താനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ അതെന്തായി പരാജയമായിരിക്കും. കാരണം ഒരു കാറ്റിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്ത് ചെയ്യും? അത് പരാജയപ്പെടാനേ അത് പോയിരിക്കൂ. അപ്പം ഇവിടെയാണ് കൃഷ്ണാവബോധത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളെ വെറുതെ ഇരുത്തുകയല്ല, മറിച്ച് അവയെ വേണം? ഭഗവത് സേവനത്തില് വ്യാപൃതമാക്കുകയാണ് വേണ്ടത്. അല്ലേ? നമ്മൾ വെറുതെ ഇന്ദ്രിയത്തെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ആ ഇന്ദ്രിയം വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ എന്താണ് അതിനുള്ള മാർഗം എന്ന് പറയുന്നത്? ആ ഇന്ദ്രിയങ്ങളെ വെറുതെ അല്ലിരുത്തേണ്ടത്, മറിച്ച് അവയെ ഭഗവത് സേവനത്തില് വ്യാപൃതമാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഭക്തിക്ക് പ്രഭുപാദ് പറയുന്നത് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. അപ്പം
ഇരുണ്ട മുറിയിലെ ഇരുട്ടിനെ അടിച്ച് പുറത്താക്കാൻ എന്ത് കഴിയില്ല. എന്നാൽ ഒരു വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ എന്ത്, ആ ഇരുട്ട് തനിയെ മാറും. അതുപോലെ ഭഗവത് ചിന്തയാകുന്ന വെളിച്ചം ഹൃദയത്തിൽ നിറഞ്ഞാൽ കാമക്രോധങ്ങളാകുന്ന അഴുക്കുകള് തനിയെ എന്താവും, കരിഞ്ഞു പോകും. അപ്പം ഈ കാമക്രോധങ്ങളാകുന്ന അഴുക്കിനെ കരിച്ചു കളയാൻ എന്താണ് വേണ്ടത്? ഇരുണ്ട മുറിയിലെ ഇരുട്ടിനെ അടിച്ച് പുറത്താക്കാൻ എന്ത് കഴിയില്ല. എന്നാൽ ഒരു വിളക്ക് തെളിച്ചാൽ ആ ഇരുട്ട് തനിയെ മാറും. അതുപോലെ ഭഗവത് ചിന്തയാകുന്ന വെളിച്ചം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാല് കാമക്രോധങ്ങളാകുന്ന അഴുക്കുകൾ എന്താവും, തനിയെ കരിഞ്ഞു പോകും. ഭഗവാൻ പറയുന്ന മത്പര, ഭഗവാനെ മാത്രം പരമലക്ഷ്യമായി കാണുന്ന അവസ്ഥയാണ് മത്പര എന്ന് പറയുന്നത്. നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് തിരിച്ചു വിടുമ്പോൾ നമ്മൾ പൂർണ്ണ നിയന്ത്രണം കൈവരിക്കുന്നു. അല്ലാതെ നമ്മൾ എന്തില് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്താണ്, അത് ഭൗതികമായിട്ടുള്ള സംഗതികളെ ആകൂ, അത് വീണ്ടും തിരിച്ച് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നിലനിൽക്കുന്നത് എന്ത് മാത്രമാണ്? മത്പര, ഭഗവാനെ മാത്രം പരമലക്ഷ്യമായി കാണുന്ന അവസ്ഥ. നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് തിരിച്ചു വിടുമ്പോൾ നമ്മൾ പൂർണ്ണ നിയന്ത്രണം കൈവരിക്കുന്നു. അപ്പൊ ശ്രീമദ് ഭാഗവതത്തില് ഒരു ശ്ലോകമുണ്ട് 9-ാം സ്കന്ധത്തില്. അപ്പം ജീവിക്കാൻ പഠിപ്പിക്കുന്ന അമൃത്, അതായത് നമ്മുടെ ഓരോ ശരീരഭാഗവും എങ്ങനെ ഭഗവാനായി ഉപയോഗിക്കാമെന്ന് ആര്, അംബരീഷ് മഹാരാജ് കാണിച്ചു തന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഓരോ നമ്മുടെ മനസ്സും വാക്കുകളും കൈകളും ചെവികളും കണ്ണുകളും നാക്കുകളും പാദങ്ങളും ഒക്കെ തന്നെ, അതായത് മനസ്സിനെ എന്ത് ചെയ്തു, കൃഷ്ണന്റെ ഭഗവാന്റെ താമരപ്പൂ പോലുള്ള പാദങ്ങളില് ഉറപ്പിച്ചു നിർത്തി. വാക്കുകൾ ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കാൻ മാത്രം ഉപയോഗിച്ചു. എങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം വരുത്തണമെന്നുള്ളതിൻ്റെയാണ് ഉദാഹരണമാണ് അത് അംബരീഷ മഹാരാജ്. അതാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരുന്നു, എപ്പോഴും ഭഗവാന്റെ താമരപ്പൂ പോലുള്ള പാദങ്ങളില് ഉറപ്പിച്ചു നിർത്തി. വാക്കുകൾ, അദ്ദേഹത്തിന്റെ സംസാരം എന്തായിരുന്നു, ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കാൻ മാത്രം വാക്കുപയോഗിച്ചു. നമ്മൾ അങ്ങനെയാണോ? ആകെ നാമം ജപിച്ചാലായി, ഇല്ലെങ്കിലായി. ജപിക്കുന്ന സമയത്ത് പോലും ചിന്ത എന്തായിരിക്കും, മറ്റു പലതിലുമായിരിക്കും, അല്ലേ? ഏറ്റവും കൂടുതൽ മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാക്ക് നമ്മൾ ഉപയോഗിക്കാറ്. ഇവിടെ പറയുന്ന നാക്കാണ് ഏറ്റവും വലിയ പ്രശ്നവും, അല്ലേ, ലോകത്തിൽ. അപ്പം ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ നാക്ക് ഉപയോഗിച്ചു. കൈകളോ ഭഗവാന്റെ ക്ഷേത്രം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അമ്പലം ക്ലീൻ ചെയ്യാൻ, നമ്മുടെ വീട്ടിലെ പൂജാമുറി ആയാലും എല്ലാം. പിന്നെ ചെവികള് ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ മാത്രം മാറ്റിവെച്ചു. പക്ഷെ നമുക്കെന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഗോസിപ്പുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അന്യന്റെ കുറ്റവും കുറവും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ജിജ്ഞാസയോടുകൂടി ഇരിക്കുന്നത്. കണ്ണുകളോ ഭഗവാന്റെ സുന്ദര രൂപം ദർശിക്കാൻ ഉപയോഗിച്ചു. നമ്മുടെ കണ്ണുകള്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവര് ഏതെങ്കിലും ഒരു റീലിൽ ഉടക്കി കഴിഞ്ഞാല് പിന്നെ അതിനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഒരു സീരിയൽ കാണുന്നവര് അതിനകത്ത് അഡിക്റ്റ് ആയിരിക്കും. ദിവസവും അവർക്ക് ആ സീരിയൽ കണ്ടില്ല എങ്കിൽ അത്രയും വെപ്രാളമാണ്. നാക്ക് എന്താണ്? ഭഗവാന് അർപ്പിച്ച തുളസി ഇലകളും പ്രസാദവും മാത്രം രുചിച്ചു. നാക്കുകൊണ്ട് എന്താണ് ചെയ്തത്? തുളസിയിലയും, ഭഗവാൻ അർപ്പിച്ച തുളസി ഇലകളും പിന്നെ പ്രസാദവും, ഭഗവാന് നിവേദിച്ച പ്രസാദവും മാത്രം രുചിച്ചു. വേറെ ഒരു കാര്യങ്ങളും കഴിച്ചില്ല. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ എല്ലാം അദ്ദേഹം പാചകം ചെയ്ത ഭഗവാന് നിവേദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കഴിച്ചു. ഭഗവാന് നിവേദിച്ച് ഭഗവാൻ സ്വീകരിച്ച് തിരിച്ചു നൽകിയ കാര്യങ്ങൾ മാത്രം. പിന്നെ പാദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? പുണ്യക്ഷേത്രങ്ങളിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. സാരം എന്താണ് ഇതിൻ്റെ? ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് തിരിക്കുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ നമ്മളെ വേട്ടയാടില്ല. ഇത് തരുന്ന ആനന്ദമാണ് യഥാർത്ഥ അമൃത് എന്ന് പറയുന്നത്. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് പോവാം. മഹാരാജാവ്, അംബരീഷ് മഹാരാജാവിൻ്റെ ദുർവാസാവ് മഹർഷിയുടെ, നമ്മളെല്ലാവരും ഇത് പലരും കേട്ടിട്ടുണ്ടാവും കഥ. അപ്പം
മഹാരാജ് അംബരീഷൻ എല്ലാവർക്കും അറിയാം, ഈ ഭൂമി മുഴുവൻ ഭരിച്ചിരുന്ന പ്രബലനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതിലുപരി അദ്ദേഹം എന്തായിരുന്നു? ഒരു ഭക്തനായിരുന്നു, മത്പര. അദ്ദേഹം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഏകാദശി വ്രതം അനുഷ്ഠിച്ചു പോരുന്നു. വ്രതത്തിന്റെ ഒടുവിൽ ദ്വാദശി തിഥി മാറുന്നതിന് മുമ്പ് വ്രതം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പാരണ വീട്ടുക എന്ന് പറയും. ആ ശരിയായ സമയത്ത് പരമകോപിയായിട്ടുള്ള ദുർവാസാവ് മഹർഷി തൻ്റെ ശിഷ്യന്മാരുമായി എവിടെ വരും? അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ വരും. രാജാവ് അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വീകരിക്കുകയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്യും. എന്നാൽ ദുർവാസാവ് മഹർഷി എന്ത് പറയും? ഞാൻ കുളിച്ചിട്ട് ഒന്നുമില്ല, നദിയിൽ പോയി കുളിയും നിത്യകർമ്മങ്ങളും കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് യാത്രയായി. സമയം അതിവേഗം കടന്നുപോകും. ദ്വാദശി തിഥി തീരാൻ മിനിറ്റുകൾ മാത്രം. മഹർഷി ആ സമയത്തും എന്തായി? തിരിച്ചെത്തിയിട്ടുമില്ല. അപ്പം ബ്രാഹ്മണനെ പട്ടിണിക്കിട്ടിട്ട് വ്രതം അവസാനിപ്പിക്കുന്ന എന്ത്? പാപമാണ്. എന്നാൽ കൃത്യസമയത്ത് വ്രതം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ത്? വ്രതം ഭംഗമാവുകയും ചെയ്യും. ഈ ധർമ്മസങ്കടത്തിൽ രാജാവ് പണ്ഡിതന്മാരോട് ഉപായം ചോദിക്കും. അവർ പറയുന്നത്, രാജാവെ, അല്പം തുളസി തീർത്ഥം കുടിക്കുക, അത് വ്രതം അവസാനിപ്പിച്ചതായും കണക്കാക്കും. എന്നാൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മഹർഷിയെ അപമാനിച്ചതായിട്ടും വരില്ല. രാജാവ് അത് അനുസരിച്ച് എന്ത് ചെയ്യും? ആ തീർത്ഥം സേവിക്കും. കുളി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദുർവാസാവ് മഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടിയാല് രാജാവ് തനിക്ക് മുൻപ് താൻ എത്തുന്നതിന് മുമ്പായിട്ടെന്ത്? ആ തീർത്ഥം കുടിച്ച കാര്യം അറിയും. അങ്ങനെ അഹങ്കാരിയും കോപിയുമായിട്ടുള്ള മഹർഷി ഇത് വലിയ അപമാനം തോന്നും. തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം കോപാകുലനായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ജഡയിൽ നിന്നും കൃത്യ എന്ന ഭയങ്കരമായ ഭൂതത്തെ സൃഷ്ടിച്ച് ഈ അംബരീഷിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടും. ഇത്രയും വലിയ ഒരു ഭൂതം മുന്നിൽ വന്നിട്ടും ഭഗവത് ഭക്തനായ അംബരീഷൻ എന്ത് ചെയ്യും? ഭയപ്പെട്ടില്ല. അദ്ദേഹം കൈകൾ കൂപ്പി ശാന്തനായി നിന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സെവിടെയായിരുന്നു? ഭഗവാന്റെ പാദങ്ങളിലായിരുന്നു. തൻ്റെ ഭക്തനെ അപകടത്തിൽ കണ്ട ഭഗവാൻ ഉടൻ തന്നെ എന്ത് ചെയ്യും? തൻ്റെ പരമാധികാര ആയുധമായ സുദർശന ചക്രം അയക്കും. ആ സുദർശന ചക്രം ക്ഷണനേരം കൊണ്ട് ആ ഭൂതത്തെ എന്ത് ചെയ്യും? ഭസ്മീകരിക്കും. അത് അവിടെ കൊണ്ടും തീർന്നില്ല. സുദർശന ചക്രം നേരെ എവിടെ പോവും? ദുർവാസാവ് മഹർഷിക്ക് നേരെ തിരിയും. ഭയന്നു പോയ മഹർഷി ജീവനും കൊണ്ട് ഓടും. അദ്ദേഹം ബ്രഹ്മാവിനെയും ശിവനെയും അഭയം പ്രാപിച്ചെങ്കിലും ഭഗവാന്റെ ചക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് അവര് പറയും. ഒടുവിൽ മഹർഷി വൈകുണ്ഠത്തിൽ പോയി ഭഗവാൻ വിഷ്ണുവിന്റെ പാദങ്ങളിൽ വീഴും. അപ്പോൾ ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് എന്ത് പറയും? മഹർഷേ, ഞാൻ എന്താണ്? എൻ്റെ ഭക്തന്റെ അടിമയാണ്. അഹം ഭക്ത പരാധീനോ. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അംബരീഷ മഹാരാജാവിനോട് തന്നെ ക്ഷമ ചോദിക്കുക. അദ്ദേഹം ക്ഷമിച്ചാൽ മാത്രമേ എന്തുണ്ടാവൂ? സുദർശന ചക്രം പിന്മാറൂ. 1 വർഷത്തോളം സുദർശന ചക്രത്തെ ഭയന്നോടിയ ദുർവാസാവ് ഒടുവിൽ അംബരീഷ മഹാരാജാവിന്റെ അരികിലെത്തും. പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിക്കും. അത്രയും കാലം മഹർഷി മടങ്ങി വരുന്നതും നോക്കി ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു ആര്? ആ ഭക്തനായിട്ടുള്ള രാജാവ് ഉടൻ തന്നെ സുദർശന ചക്രത്തോട് ശാന്തനാകാൻ പ്രാർത്ഥിക്കുകയും മഹർഷിയെ രക്ഷിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു ഉപസംഹാരം എന്ന് പറയുന്നത് എന്താണ്? വലിയ തപശക്തി ഉണ്ടായിട്ടും ദുർവാസാവ് മഹർഷിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെയും കോപത്തെയും നിയന്ത്രിക്കാനായില്ല. എന്നാൽ സാധാരണക്കാരനായ രാജാവായിട്ടും അംബരീഷൻ കൃഷ്ണാവബോധം കാരണം ഇന്ദ്രിയങ്ങളെ ജയിച്ചു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മഹാത്മ്യം. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ക്ഷമയോടുകൂടി നിൽക്കുകയും ആ ഒരു അത്രയും ദ്രോഹിച്ച അംബരീഷിനോട് അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തു. അതാവണം ഒരു ഭക്തന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളെ ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. ആരും നമ്മളെ പുകഴ്ത്തിയാലും ചീത്ത വിളിച്ചാലും ഒരേ മൈൻഡോടുകൂടി പോവുക. ഇനി 62ാമത്തെ ശ്ലോകം ഏറ്റു പറഞ്ഞാൽ മതി. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാ സംജായതേ കാമ
കാമാത് ക്രോധോഭിജായതേ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ. സംഗാത് സംജായതേ കാമ കാമ ക്രോധോഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആ ആസക്തിയിൽ നിന്ന് എന്തുണ്ടാകുന്നു? കാമവും അതിൽ നിന്ന് ക്രോധവും ഉണ്ടാകുന്നു. അപ്പം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് കാമവും ക്രോധവും ഒക്കെ ഉണ്ടാകുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടുന്ന വിഷയങ്ങൾ, അതിനെക്കുറിച്ചാണ്. ആ ആഗ്രഹങ്ങളാണ് ഉണ്ടാവുന്ന സമയത്ത് അവയിൽ ആസക്തി ഉണ്ടാകും. ആ ആസക്തി എന്താവും? കാമമാവും. അതിൽ നിന്ന് അത് ലഭിക്കാതെ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ആ ക്രോധമായിട്ട് മാറും. ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര തത്വമാണെന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃത്രിമമായി ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നവരും ഭഗവത് ചിന്തയിലൂടെ, അതായത് കൃഷ്ണാവബോധത്തിലൂടെ സ്വാഭാവികമായി ഇന്ദ്രിയങ്ങളെ മറികടക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പം ഇതിൻ്റെ ആഴത്തിലുള്ള തത്വവും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യവും, എൻ്റെ സീക്രട്ട് ഇത് വ്യക്തമാക്കുന്ന 2 വിപരീത ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് തത്വം, കൃത്രിമമായിട്ടുള്ള നിയന്ത്രണം. അപ്പം മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴും എന്ത് വേണം? ഒരു പ്രവൃത്തി ആവശ്യമാണ്, അല്ലെ? എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അവയെ വെറുതെ ഇരുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല ഇന്ദ്രിയങ്ങളെ, അല്ലേ? അത് ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവയ്ക്ക് ആത്മീയമായ പ്രവൃത്തികൾ നൽകിയില്ലെങ്കിൽ എന്ത് പറ്റും? അവ സ്വാഭാവികമാവും എവിടെ പോവും? ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോകും. അങ്ങനെ കൃത്രിമമായിട്ട് അടിച്ചമർത്തിയാൽ, ഇന്ദ്രിയങ്ങളെ ബലമായി പൂട്ടിയിട്ടാൻ ശ്രമിക്കുന്നത് പരാജയത്തിലെ കലാശിക്കൂ. മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഭൗതിക ചിന്ത അവശേഷിച്ചാൽ പോലും അത് പിന്നീട് എന്താവും? വലിയ ആഗ്രഹമായി വളരുകയും മനുഷ്യനെ വീഴ്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ആവാതിരിക്കാൻ എന്ത് വേണം? ഹയർ ടേസ്റ്റ്, ഉയർന്ന ആസ്വാദനം. ഒരു കുട്ടി വില കുറഞ്ഞ ഒരു കളിപ്പാട്ടം കൈകാര്യം ചെയ്യുമ്പോഴെന്ത് അതിനേക്കാൾ മികച്ചതും ആകർഷകവുമായ മറ്റൊന്ന് കാണിച്ചാൽ അവൻ എന്ത് ചെയ്യും? ആ പഴയതിനെ തനിയെ ഉപേക്ഷിക്കും. ഇതുപോലെ എന്ത് വേണം? കൃഷ്ണാവബോധത്തിലൂടെ ആത്മീയമായ ഉയർന്ന ആനന്ദം ലഭിക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ താഴ്ന്ന തരം സുഖങ്ങൾ മനുഷ്യൻ തനിയെ വേണ്ടെന്ന് വെക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഹയർ ടേസ്റ്റ്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇതേപോലുള്ള ആധ്യാത്മിക പഠനങ്ങളിൽ പങ്കെടുക്കണം, കേൾക്കണം. അപ്പം ഒരു ഉയർന്ന ടേസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഭൗതിക ചിന്തകൾ ഓട്ടോമാറ്റിക്കലി എവിടെ നിന്ന് പോകും? നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അല്ലാതെ നമുക്ക് പോയി കൈകൊണ്ട് പിടിച്ചെടുത്ത് കളയാൻ പറയുന്നതല്ല. കാരണം ആ കോടിക്കണക്കിന് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തതാണ്. അപ്പം ആ ജന്മങ്ങളിലെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളും കർമ്മങ്ങളുടെ ഒക്കെ അവസ്ഥ കാരണം ആ ആത്മാവ് ഉയരാൻ പറ്റാതെ ഉള്ള അവസ്ഥയിലിരിക്കുകയാണ്, അല്ലേ? ആ പൊടിപടലങ്ങളും അഴുക്കുകളും കാരണം. അപ്പം നമ്മൾ നിരന്തരമായിട്ടുള്ള ശ്രവണത്തിലൂടെയും നാമജപത്തിലൂടെ എന്ത് വേണം? ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രക്രിയ, ആ ആത്മാവിനെ എന്ത് ചെയ്യണം? അത് ഉയർത്തി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് എന്ത് വേണം? അവസാനം നമുക്ക് ആ ഒരു ഹയർ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ ചെയ്ത് കൊണ്ടുവരുന്ന സമയങ്ങളിലെല്ലാം ചില സമയങ്ങളിൽ എന്ത് പറ്റും? വീണു പോകും. പിന്നെ എന്ത് വേണം? വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരണം. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പലരും എന്ത് വിചാരിക്കും? അയ്യോ, ഞാൻ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്തു? ഞാനൊരു തെറ്റ് ചെയ്തു പോയി, പാപിയാണ് എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് സ്വാഭാവികമാണ്. തെറ്റായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് വിചാരിച്ചാലും മാറുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും നാമജപം തുടരണം, വീണ്ടും ഭക്തിഭൂത സേവനം തുടരണം. പിന്നെയും വീഴും, പിന്നെ എണ്ണീക്കണം. ഫുട്ബോൾ മാതിരി, അല്ലേ? ഫുട്ബോൾ മേളിൽ നിന്ന് താഴോട്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും പൊങ്ങും, അല്ലേ? പക്ഷേ
പലരും പല എക്സ്ക്യൂസുകളും നോക്കിയിരിക്കുന്നവരാണ് എങ്ങനെങ്കിലും ഈ ഭക്തി പ്രക്രിയയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു വീഴ്ച ജീവിതത്തിൽ വരുന്നത്. ഉടനെ ഭഗവാനെയും കുറ്റം പറയും, എല്ലാവരെയും കുറ്റം പറയും, നാമത്തെയും എല്ലാം കുറ്റം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതെന്താണ്? നമുക്ക് തരുന്ന ഒരു പരീക്ഷണം ആയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. അതിൽ പിടിച്ചു നിൽക്കുന്നവർ, അറ്റ്ലീസ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളെങ്കിലും കേൾക്കുന്നവരെങ്കിലും അല്ലെങ്കിൽ ആ നാമമെങ്കിലും ജപിക്കുന്നവര്, അവർക്ക് ഉയർച്ച ഉണ്ടാവും. ഒരിക്കലും നമ്മൾ അതിൻ്റെ പേരിൽ എന്ത് വേണം? ഉപേക്ഷിച്ച് പോകരുത്. എങ്കിലും അതെന്താണ്? ആ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു സമയത്ത് അല്ലേ, നമ്മുടെ ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുക. ആ സമയത്ത് നമുക്ക് ഈ ഭൗതിക ചിന്തകളൊന്നും വരില്ല. ഭഗവാനെ മാത്രം നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശ്രീ യമുനാചാര്യര് അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭൗതിക ലോകത്തിൽ ബ്രഹ്മാവിനും ശിവനും പോലും ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ മായാവലയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവത് സേവനം മാത്രമാണ്. പിന്നെയോ ഇന്ദ്രിയങ്ങളെ അടിച്ചമർത്തുകയല്ല, മറിച്ച് അവയുടെ ദിശ മാറ്റി വിടുകയാണ് വിജയത്തിന്റെ രഹസ്യം. രണ്ട് വിപരീത ഉദാഹരണങ്ങൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം. ഒന്ന് ഒരു വലിയൊരു ദേവന്റെ വീഴ്ചയും മറ്റൊന്നൊരു സാധാരണ ഭക്തന്റെ വിജയവും. പരമശിവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യോഗികളിൽ ഒരാളാണ്. അതേ ഉപരി ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനുമാണ്. അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു ഒരിക്കൽ. എന്നാൽ പാർവതീദേവി കാമദേവന്റെ സഹായത്തോടെ അദ്ദേഹത്തെ ഭൗതിക സുഖത്തിനായി പ്രകോപിപ്പിച്ചപ്പെടുന്നത് ചെയ്തു. അദ്ദേഹം ആ നിർദ്ദേശത്തിന് വഴങ്ങേണ്ടി വന്നു. അതിന്റെ ഫലമായാണ് കാർത്തികേയൻ ജനിക്കുന്നത്. അപ്പം എത്ര വലിയ ശക്തിശാലി ആയാലും ഭൗതിക ചിന്തകൾ ഉണ്ടായാൽ ഇന്ദ്രിയങ്ങൾ ചലിക്കും എന്ന് കാണിക്കാനാണ് ഈ ഒരു ഉദാഹരണം ഇപ്പോഴും നമ്മൾ ഇവിടെ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു ഉദാഹരണം ആരാണ്? ഹരിദാസ് താക്കൂർ. അതാണ് കൃഷ്ണാവബോധത്തിന്റെ അല്ലെങ്കിൽ കൃഷ്ണാവബോധം കൊണ്ടുള്ള വിജയം. ചൈതന്യ മഹാപ്രഭുവിന്റെ പരമഭക്തനായിരുന്നു ആര്? ഹരിദാസ് താക്കൂർ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്തി ഒരിക്കൽ പറഞ്ഞു ഞാൻ തോന്നിക്കാതെ, അദ്ദേഹത്തിന്റെ ഭക്തി തകർക്കാൻ വേണ്ടിയിട്ട് മായാദേവി തന്നെ നേരിട്ട് ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തില് രാത്രിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വരും. ഈ ശ്രീ ഹരിദാസ് താക്കൂർ നാമം ജപിച്ചിരുന്ന സ്ഥലം ഇന്നും നമ്മൾ ജഗന്നാഥപുരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ആര്? മായാദേവി അദ്ദേഹത്തിന്റെ അടുത്ത് വരും. അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. എന്നാൽ ഹരിദാസ് താക്കൂർ കൃഷ്ണനാമം ജപിക്കുന്നതിൽ ഏതായിരുന്നു? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഭഗവത് നാമത്തിൽ നിന്ന് ഉയർന്ന ആനന്ദം ലഭിച്ചുകൊണ്ടിരുന്നതിനാല് മായാദേവിയുടെ പ്രലോഭനങ്ങൾ അദ്ദേഹത്തെ ഒട്ടും തന്നെ ബാധിച്ചില്ല. ഒടുവിൽ ഹരിദാസ് താക്കൂറിന്റെ ശുദ്ധഭക്തി കണ്ട് ആകൃഷ്ടയായി മായാദേവി അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഭൗതിക ആഗ്രഹങ്ങളെ ബലമായി എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ഏക വഴി മനസ്സിനെ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുക എന്നത് മാത്രമാണ്. അവിടെ ലഭിക്കുന്ന ആത്മീയ സുഖത്തിന് മുന്നിൽ ഭൗതിക സുഖങ്ങൾ വെറും തുച്ഛമായിട്ട് തോന്നും. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മഹാത്മ്യം. നമ്മളിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നമ്മുടെ മനസ്സ് എപ്പോഴാണ് ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അതിന് വേണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. കാരണം ഒരു ദിവസത്തിൽ നമ്മൾ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ 23.25 മണിക്കൂർ നമ്മൾ വേറെ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തിനാണോ നമ്മൾ ദിവസം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും ആ ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ നമ്മളെ മനസ്സിലേക്ക് എത്തുകയുള്ളൂ. അതാണ് ഏറ്റവും ജീവിതത്തിലെ പരീക്ഷാ ഘട്ടമാണത്. കാരണം
ആ സമയത്ത് എന്ന് പറയുന്നത് വെപ്രാളവും പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരിക? നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? അതായിരിക്കും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാതെ ഒരു ദിവസം എത്ര നേരം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ, എത്ര നേരം ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറ്റുമോ, എത്ര നേരം ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റുമോ മറ്റുള്ളവരിൽ, എത്ര നേരം ഭഗവത് സേവനം ചെയ്യാൻ പറ്റുമോ അത്രയും നേരം നമ്മൾ ചെയ്യണം. അവിടെയാണെന്ത് ആ ഒരു കൃഷ്ണാവബോധത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം എത്രയാണ്? 63-ാമത്തെ ശ്ലോകം. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ആ മറ്റേതിൻ്റെ എന്താണ്? കണ്ടിന്യൂറ്റിയാണ് അല്ലേ? ക്രോധം വരുമെന്ന് പറയും. അപ്പം ആ ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാവും? സമ്മോഹം. സമ്മോഹത്തിൽ നിന്നോ സമ്മോഹാത് സ്മൃതി വിഭ്രമ, അതിൽ നിന്ന് ഓർമ്മപ്പിഴയുണ്ടാകും. അതിൽ നിന്നുണ്ടാവും സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ആ ഓർമ്മപ്പിഴയിൽ നിന്നും ബുദ്ധിക്ക് നാശം ഉണ്ടാകുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി, എന്തുണ്ടാകും? ആ ബുദ്ധിക്ക് നാശത്താൽ എന്ത് സംഭവിക്കും? വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണിട്ട് എന്ത് പറ്റും? നാശം സംഭവിക്കും. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഓരോന്നും വിശദീകരിച്ച് എഴുതുന്നത് അല്ലേ? ആദ്യം എന്താണ് പറയുന്നത്? ഇന്ദ്രിയങ്ങളെ പറ്റി അല്ലേ? ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപജായതേ സംഘാം സംജായതേ കാമകാമക്രോധാഭിജായതേ. അതായത് ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകും. നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണു പോകുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നിടത്താണ് തുടങ്ങുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെക്ക് സുഖം കിട്ടുന്നിടത്ത്, ഫോക്കസ് ചെയ്യുന്നിടത്തു നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാ വീഴ്ചയുടെയും തുടക്കം. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നവർക്ക് അവർക്ക് അതിൽ ആസക്തി ഉണ്ടാകുന്നു. ആ ആസക്തിയിൽ നിന്നുണ്ടാകുന്നു കാമവും, അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. ആ ക്രോധത്തിൽ നിന്നുണ്ടാകുന്നു, ആ ക്രോധത്തിൽ നിന്ന് സമ്മോഹവും, അതിൽ നിന്ന് ഓർമ്മപ്പിഴവും, ഓർമ്മപ്പിഴയിൽ നിന്ന് എന്തുണ്ടാകും? സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, അതിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകും. പിന്നെ ബുദ്ധിനാശാത് പ്രണശ്യതി, ആ ബുദ്ധിനാശം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കയത്തിലേക്ക് വീഴുന്നു. ഭൗതികത കയത്തിലേക്ക് വീണിട്ട് എന്ത് സംഭവിക്കുന്നു? നാശം സംഭവിക്കുന്നു. ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി ഒരു തത്വം പറയുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം. ലോകത്തുള്ള ഒന്നിനെയും വെറുക്കേണ്ടതില്ലെന്നും അതിനെയെല്ലാം എന്ത് വേണം, എങ്ങനെ ആത്മീയവൽക്കരിക്കാം എന്നും ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഇതിൻ്റെ തത്വവും അതിൽ അടങ്ങിയിരിക്കുന്ന അമൃതും മനസ്സിലാക്കാൻ എളുപ്പമുള്ള ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണവും കൂടിയിട്ട് പറയാം. തത്വം എന്ന് പറയുന്നത് ഫൽഗു വൈരാഗ്യം, അല്ലെങ്കിൽ ഫൽഗു വൈരാഗ്യവും പിന്നെ എന്താണ് യുക്തി വൈരാഗ്യവും. ആ ഒരു ശ്ലോകത്തിൽ 2 തരത്തിലുള്ള വൈരാഗ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വൈരാഗ്യം എന്ന് പറയുന്നത് ആരോടും വൈരാഗ്യം വെച്ചിട്ട് അടിയും പിടി ഉണ്ടാക്കുന്ന വൈരാഗ്യമല്ല അല്ലേ? നമ്മുടെ മനസ്സിനെ മറ്റുള്ള ഭൗതികതയിൽ നിന്നും മാറ്റുന്ന വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം. അപ്പം ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത് എന്താണ്? കൃത്രിമ വൈരാഗ്യം, കൃത്രിമമായിട്ടുണ്ടാക്കുന്നത്. ഫൽഗു എന്നാൽ ഉപരിതലത്തിൽ മാത്രം മണലും ഉള്ളിൽ ഒഴുക്കുമുള്ള ഒരു നദിയാണ്. അതുപോലെ പുറമേക്ക് എല്ലാം ഉപേക്ഷിച്ച് നടിക്കുകയും എന്നാൽ ഉള്ളിൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത്? ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്. എന്താണത്? പുറമേക്ക് എല്ലാം ഉപേക്ഷിച്ചെന്ന് നമ്മൾ നടിക്കുകയും എന്നാൽ ഉള്ളിൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്. കൃത്രിമ ലോകത്തിലെ വസ്തുക്കൾ മായയാണെന്ന് പറഞ്ഞെന്ത് അവയോട് വെറുപ്പ് കാണിക്കുകയും കൃത്രിമമായിട്ട് അവയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിരാകാരവാദികൾ ഈ ഭൂഭാഗത്തിൽ പെടുന്നു. ഇവരുടെ മനസ്സെപ്പോൾ വേണമെങ്കിലും വീണ്ടും എങ്ങോട്ട് പോകാം? ഭൗതിക സുഖങ്ങളിലേക്ക് വീണു പോകാം. അടുത്ത എന്താണ്? യുക്തി വൈരാഗ്യം, യഥാർത്ഥ വൈരാഗ്യം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഭഗവാൻ കൃഷ്ണന്റേതാണെന്നും അവയെല്ലാം ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കുന്നതാണ് എന്ത്? യഥാർത്ഥ വൈരാഗ്യം. ഒരു കൃഷ്ണഭക്തൻ ഒന്നിനെയും
വെറുക്കുന്നില്ല, പകരം എല്ലാത്തിനെയും എന്താണ് ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. അതായത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ്, നീ എന്ത് കഴിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, എന്ത് ധ്യാനം ചെയ്യുന്നുവോ അത് എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. നമ്മളിതൊന്നും ചെയ്യണ്ട എന്ന് ഭഗവാൻ പറയുന്നില്ല. പക്ഷെ എന്ത് വേണം, ഇതെല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ആ ഭഗവാൻ അർപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് അനുസരിച്ച് ചെയ്യാം. എല്ലാം നമ്മുടെ ക്രോധമായിക്കോട്ടെ, കാമമായിട്ടോ എല്ലാം എന്ത് വേണം, അത് ഭഗവാനിലേക്ക് തിരിച്ചു വിടാമെന്ന് പറയുന്നു. അപ്പം നിരാകാരവാദിയുടെയും അല്ലെങ്കിൽ ഒരു ഭക്തന്റെയും കാഴ്ചപ്പാടിലെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം നോക്കാം. വഴിയിൽ ഒരു വലിയ തുക അടങ്ങിയ ഒരു പേഴ്സ് വീണ് കിടക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുക, അവിടെ 3 തരത്തിലുള്ള ആളുകൾ വരും. ഒന്ന് ഭൗതികവാദി. അവരെന്ത് ചെയ്യും, ആ പേഴ്സ് എടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും, ദൂർത്തടിക്കും. എന്തുകൊണ്ടാണ്? ഭൗതികമായ ആസക്തി, ഇതെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആരാണ്? നിരാകാരവാദി, കൃത്രിമ വൈരാഗി. അവരെന്താണ്? അവർ പറയും, ഹേ, ഇത് പണമാണ്, ഇത് മായയാണ്, തൊട്ടാൽ പാപമാണ്. അവൻ അതിനെ വഴിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും, നടന്നു പോകുന്നു. പണം അവിടെ കിടന്ന് നശിക്കുകയോ ആരെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്യാം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്ത്, ആ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ ഉടമസ്ഥന്റെ വിലാസവും ഫോൺ നമ്പരും കാണുന്നു. ഭക്തൻ ചിന്തിക്കുന്നു, ഇത് എന്റേതല്ല, ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റേതാണ്, അത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അവൻ ഉടനെ ആ വ്യക്തിയെ വിളിച്ച് പേഴ്സ് ഏൽപ്പിക്കുന്നു. ഇതാണ് യുക്തിവൈരാഗ്യം. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? കൃഷ്ണനാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ധനമോ സാങ്കേതിക വിദ്യയോ ഭക്ഷണമോ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. ഒരു തപാൽക്കാരൻ കത്തുകൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് എത്തിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള സർവ്വതും ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുക, യഥാർത്ഥ ഉടമസ്ഥന് നൽകുക. ഇതാണ് വീഴ്ചകളില്ലാത്ത ആനന്ദകരമായ കൃഷ്ണാവബോധത്തിന്റെ വഴി. കാരണം ഈ നമ്മളെല്ലാവർക്കും അറിയാം, ഭൗതിക പ്രപഞ്ചം എല്ലാവരും ഭഗവാന്റെ അധീനതയിലുള്ളതാണ്, ഭഗവാന്റേതാണ്. എല്ലാം ചലിക്കുന്നതും ചലിക്കാത്തതും എല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം എന്ത് വേണം, നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, ഉപയോഗിക്കണം. ബ്രഹ്മവാദികൾ, മായാവാദികൾ, പല രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലേ. സ്വയം ദൈവമെന്ന് ധരിച്ചു കിടക്കുന്നവരുണ്ട്. നീയും ജൈവം, ഞാനും ദൈവം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ, ഭഗവാനോടുള്ള അസൂയ കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരെല്ലാം ആ മുൻപ് പറഞ്ഞ ആ 2 രീതിയിലുള്ള ആൾക്കാരിൽ പെടുന്നവരാണ്. പക്ഷെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഭഗവാൻ കൃഷ്ണനാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ധനമോ സാങ്കേതിക വിദ്യയോ ഭക്ഷണമോ വേണം, ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് രീതിയിൽ ഉപയോഗിക്കണം? ഭക്തിപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റി എന്ത് വേണം, ഭക്തിയുത സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ശുദ്ധരായിട്ടുള്ള ഭക്തരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ശുദ്ധരായ ഭക്തർക്ക് എന്ത് ചെയ്യണം, ദാനം നൽകണം. ശുദ്ധരായ ഭക്തർക്ക് വീട്ടിൽ വിളിച്ച് പ്രസാദം തയ്യാറാക്കി നൽകണം. അതൊക്കെ എന്താവും? അതൊക്കെ ഭഗവാന്റെ സേവനമായിട്ട് ഭഗവാൻ കണക്കാക്കും. ഒരു രൂപ പോലും അനാവശ്യമായിട്ട് കളയരുത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വേറെ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, അത് വ്യക്തി എന്ത് ചെയ്യുന്നു. ആ വ്യക്തി ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ആ പൈസ എന്തായിട്ട് മാറും? അതിൻ്റെ ഒരു കർമ്മം നമ്മളിവിടെ വാങ്ങിക്കേണ്ടതായിട്ട് വരും, ആ വ്യക്തി എന്ത് ചെയ്താലും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ ഭക്തരെ വേണമെങ്കിൽ എന്തും സഹായിച്ചു, എത്ര വേണമെങ്കിലും സഹായിച്ചു. അന്നദാനം നടത്തുന്നത് അത് ഭക്തർക്ക് വേണ്ടിയിട്ട് നടത്തുക. അല്ലെങ്കിൽ അന്നദാനം നടത്തുന്ന സമയത്ത് എന്ത് വേണം, നമ്മൾ ഭഗവാന് നിവേദിച്ചതിന് ശേഷം ആൾക്കാരിലേക്ക് കൊടുക്കുക, എത്തിക്കുക. ആ ഭഗവാന്റെ ആ പ്രസാദം ഭക്തരെ കൊണ്ട് കഴിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് കഴിപ്പിക്കുക. 64-ാമത്തെ ശ്ലോകം. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയശരൻ
ആത്മവൈശ്യർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷ വിമുക്തസ്തു, രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. ഭഗവത്ഗീതയില് ഈ ഒരു 2ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ, അതായത് പൂർണ്ണ കൃഷ്ണാവബോധമുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഏറ്റവും അഗാധമായ ഒരു തത്വമാണെന്ത് ഭഗവാൻ ഇവിടെ പറയും. ഒരു ഭക്തൻ എങ്ങനെയാണ് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുമ്പോഴും ഭൗതിക ലോകത്തിന് അതീതനായിരിക്കുന്നതെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഇതിന്റെ തത്വം എന്ന് പറയുന്നത് ആസക്തിക്കും അനാസക്തിക്കും അതീതൻ. അപ്പൊ ഈ വരികളിൽ നമ്മെ വളരെ വിപ്ലവാത്മകമായ ഒരു കാഴ്ചപ്പാട് പഠിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ തലം. ഒരു കൃഷ്ണഭക്തൻ പുറമേക്ക് നമ്മളെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ജോലി ചെയ്യുകയും കുടുംബമായി ജീവിക്കുകയും ഒക്കെ ചെയ്തേക്കാം. എന്നാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് ഈ പ്രവൃത്തികളോടോ അതിൻ്റെ ഫലത്തോടോ യാതൊരു ആസക്തിയും ഉണ്ടായിരിക്കുകയില്ല. മനസ്സിലായോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ് എല്ലാവരും. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? ആ പ്രവൃത്തികളോടോ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തോടോ യാതൊരു ആസക്തിയും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ആസക്തി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരാളോട് നമുക്ക് അസൂയ ഉണ്ടാവുകയില്ല. വൈരാഗ്യം നേരത്തെ പറഞ്ഞ വൈരാഗ്യമല്ല, ഇത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള വൈരാഗ്യം. നമുക്ക് ആരോടും വൈരാഗ്യം ഉണ്ടാകത്തില്ല, ശത്രുത ഉണ്ടാവത്തില്ല, അസൂയ ഉണ്ടാവത്തില്ല. കൃഷ്ണന്റെ തൃപ്തി മാത്രമായിരിക്കും അവിടെ ലക്ഷ്യം. അപ്പം ഭക്തന്റെ ഒരേ ഒരു ചിന്ത ഇത് ഭഗവാൻ കൃഷ്ണന് സന്തോഷം നൽകുന്നു എന്ന് മാത്രമേ ചിന്തിക്കൂ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഭക്തൻ ചിന്തിക്കുന്നത് ഇത് ഭഗവാൻ ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഭഗവാന് സന്തോഷം നൽകുക എന്നത് മാത്രമാണ്. ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹം സാധാരണ ലോകം തെറ്റ് അല്ലെങ്കിൽ അനാവശ്യം എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ചെയ്തേക്കാം. ഉദാഹരണത്തിന് അർജുനൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്തു. അതേസമയം സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ കിട്ടിയാൽ പോലും ഭഗവാന് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കും. അല്ലേ? അപ്പം സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ ലഭിച്ചാൽ പോലും ചെയ്യും? അത് ഭഗവാൻ ഇഷ്ടമില്ല എങ്കിൽ വേണ്ടെന്ന് വെക്കും. അതാണ് ഭക്തൻ. അപ്പം എന്തെങ്കിലും ചെയ്യുക എന്നതോ ചെയ്യാതിരിക്കുക എന്നതോ ഭക്തന്റെ സ്വന്തം ഇഷ്ടമല്ല, മറിച്ച് ആരുടെ എന്തുകൊണ്ടാണത്? ഭഗവാന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ നിയന്ത്രണങ്ങൾ ഭക്തനെ ബാധിക്കാറില്ല. ഭൗതികപരമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങളും ഭക്തനെ ബാധിക്കുകയില്ല. എന്തുകൊണ്ടാണത്? എന്തെങ്കിലും ചെയ്യുക എന്നതോ ചെയ്യാതിരിക്കുക എന്നതോ ഭക്തന്റെ സ്വന്തം ഇഷ്ടമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അത് ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാം അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഭൗതിക നിയന്ത്രണങ്ങൾ ഭക്തനെ ബാധിക്കാത്തത്. ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യന് സ്വന്തം കഴിവുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുകയില്ല. പിന്നെയോ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഭഗവാനോട് പൂർണ്ണമായി ശരണപ്പെടുമ്പോൾ ഭഗവാൻ നൽകുന്ന അഹേതുക കൃപ കൊണ്ടാണ് ഈ ഉന്നതമായ ബോധം നമുക്ക് ലഭിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് ഭക്തനെ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ഭക്തരുടെയും ഉയർന്ന ഭക്തരുടെയും ഭഗവാന്റെയും കാരുണ്യം മാത്രമാണ് ഭക്തരെ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ സ്വന്തം കഴിവുകൊണ്ടാണെന്ന് അഹങ്കരിച്ചു കഴിഞ്ഞാൽ വീണു പോകും. പക്ഷെ ആ ഭഗവാന്റെ കൃപ, അഹേതുകമായിട്ടുള്ള ഭഗവാന്റെ കൃപ, അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഉന്നതമായിട്ടുള്ള ബോധം ലഭിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം മാത്രമാണ് ഭഗവാനെ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അപ്പം നമുക്കിതിനെ ഒരു താമര ഇലയിലെ ഒരു വെള്ളത്തുള്ളിയോട് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തിയോടോ ഉപമിക്കാം. നമുക്കിവിടെ ഒരു ജഡ്ജിയുടെ ഉദാഹരണം നോക്കാം.
ഒരു കോടതിയിൽ ജഡ്ജിക്ക് നിയമപരമായിട്ട് ഒരാളെ ജയിലടയ്ക്കാനോ തൂക്കിലേറ്റാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വലിയ പിഴ തുകയായി നൽകാനോ ഉത്തരവിടാൻ എന്ത് അധികാരമുണ്ട്. അദ്ദേഹം ഒരു കുറ്റവാളിക്ക് വധശിക്ഷ നൽകുമ്പോൾ അദ്ദേഹത്തിന് ആ വ്യക്തിയോട് വ്യക്തിപരമായ എന്തെങ്കിലും ശത്രുതയോ ഒന്നും തന്നെ ഇല്ല, അല്ലേ? അതുപോലെ തന്നെ തൻ്റെ അടുത്ത സുഹൃത്താണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോലും എന്ത് നിയമം അനുശാസിക്കുന്നുവെങ്കിൽ ശിക്ഷിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അവിടെ എന്ത് ബന്ധുത്വമോ ആസക്തിയോ ഇല്ല, മറിച്ച് കാരണം ജഡ്ജി പ്രവർത്തിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥതയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് ആ ശിക്ഷകളുടെ പാപപുണ്യങ്ങൾ എന്ത് ആ ജഡ്ജിയെ ബാധിക്കുന്നില്ല. അപ്പൊ ഇതുപോലെയാണ് പൂർണ്ണ കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തനും അദ്ദേഹം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച്, ഭഗവത്ഗീതയിലെ നിയമങ്ങൾ അനുസരിച്ച്, ഭാഗവതത്തിലെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ഭഗവാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം കർമ്മം ചെയ്യും, ഭഗവാൻ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ശാന്തനായിരിക്കും. നാളെ രാവിലെ എണീറ്റിട്ട് പറയരുത് ഇന്ന് രാവിലെ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല, രാത്രിയിൽ എനിക്ക് ലിസ്റ്റും തന്നില്ല ഭഗവാൻ ചെയ്യേണ്ടതിൻ്റെ. അതിനാണെന്ത് ഭഗവത്ഗീതയും ഭാഗവതവും എന്ന് ആദ്യമേ പറഞ്ഞത്. ആ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക. ഭഗവാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം കർമ്മം ചെയ്യും, പിന്നെ ഭഗവാൻ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ശാന്തനായിരിക്കും. തൻ്റെ സർവകർമ്മങ്ങളും കൃഷ്ണനായി സമർപ്പിക്കുന്നത് കൊണ്ടെന്ത് താമരയിലയിലെ വെള്ളം തങ്ങി നിൽക്കാത്തതുപോലെ, അല്ലെ? താമരയിലയില് അറ്റാച്ച്മെന്റ് ഇല്ല, അതിനകത്ത് ആ വെള്ളം തങ്ങി നിൽക്കില്ല. അതുപോലെ ഭൗതിക ലോകത്തിലെ ഒരഴുക്കും എന്താണ് ഭക്തനെ ബാധിക്കുകയില്ല. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ ഭഗവാന് പൂർണ്ണ ശരണാഗതിയായിട്ട് നമ്മൾ ജീവിച്ചു പോവുകയാണ് എങ്കിൽ ഒരു അഴുക്കുകളും നമ്മളെ ബാധിക്കുകയില്ല. നമ്മൾ ആൾക്കാർ ചിലപ്പം പറയും നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷേ പൂർണ്ണമായിട്ടും ഭഗവാന് സറണ്ടർ ആണെങ്കിൽ ആ പറച്ചിൽ മാത്രമേ നടക്കൂ, ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ മായയുടെ ശക്തി കാരണം വേറെ തെറ്റായിട്ടുള്ള ചിന്തകളൊക്കെ വരും, പല പ്രശ്നങ്ങളും വരും. എങ്കിലും എന്തായിരിക്കും ആ പിന്നെ ഭഗവാന്റെ ചിന്തയായത് കാരണം, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊണ്ട് അത് വീണ്ടും നമ്മളിൽ നിന്നും പോകും. ഏത് ഈ തെറ്റായിട്ടുള്ള ചിന്തകൾ. എങ്ങനെയാണോ താമരയിലയില് വെള്ളം തങ്ങി നിൽക്കാത്തത് പോലെ എന്ത് ഭൗതിക ലോകത്തിലെ ഒന്നും ഒരഴുക്കുമെന്ത് ഒരു ഭക്തനെ ബാധിക്കുകയില്ല. 65-ാമത്തെ ശ്ലോകം. പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശോ ബുദ്ധി പര്യവതിഷ്ഠതേ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ എന്ത് താമസം വിനാ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അപ്പം കൃഷ്ണാവബോധത്തിലെ ഭഗവാൻ എന്താണ് ഇപ്രകാരം തൃപ്തനായ വ്യക്തി, ഇപ്രകാരം എന്ത് തൃപ്തനായിട്ടുള്ള വ്യക്തിക്ക് എന്ത് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം ഈ ഇപ്രകാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മുൻപിലത്തെ ശ്ലോകം കൂടെ കൂട്ടി വായിക്കണം. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാള് താമസം വിനാ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണാവബോധത്തിലൂടെ മനസ്സിന് ശാന്തമാകുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന പരമമായ സമാധാനത്തെയാണെന്ത് ഇവിടെ പറയുന്നത്. തത്വം എന്ന് പറയുന്നത് ഇവിടെ ത്രിവിധ ക്ലേശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഭൗതിക ലോകത്തിലെ 3 ക്ലേശങ്ങളാണ് നമുക്കുള്ളത്. വിവിധ ക്ലേശങ്ങളുടെ ശമനം, അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഈ ശ്ലോകത്തിൽ. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും എന്ത് ഈ ത്രിവിധ താപങ്ങള് അല്ലെങ്കിൽ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചേ തീരൂ. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും എന്താണ് ഈ ത്രിവിധ ക്ലേശങ്ങളില് പെട്ടതാണ്. ഒന്നെന്താണ് ആധ്യാത്മിക താപം അല്ലെങ്കിൽ ആധ്യാത്മിക ക്ലേശം. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതിൽ നിന്നുണ്ടാകുന്നതാണ് സ്വന്തം ശരീരവും മനസ്സും കാരണം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് വരുന്ന അസുഖങ്ങൾ, പിന്നെ വിഷാദം, ചിന്തകൾ, വാർദ്ധക്യം ഒക്കെ തന്നെ. പിന്നെ രണ്ടേതാണ് ആദി ഭൗതികം.
മറ്റ് ജീവികളിൽ നിന്നുണ്ടാകുന്നത് കാരണം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഉദാഹരണത്തിന് ശത്രുക്കൾ വഴി ഉണ്ടാകുന്നത്, പിന്നെ കൊതുക്, പാമ്പ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇതൊക്കെ തന്നെ ആദിഭൗതികമായിട്ടുള്ളതാണ്. പിന്നെ ആദിദൈവിക ക്ലേശം, അതായത് പ്രകൃതിയിലെ ദൈവികം എന്ന് പറയുന്നത് ആദിദൈവികം, പ്രകൃതി ശക്തികൾ കാരണം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. ഉദാഹരണത്തിന് ഈ ചൂട്, തണുപ്പ്, അല്ലെങ്കിൽ ഭൂകമ്പം, പ്രളയം, വറുതി, കാറ്റ്, ഇതെല്ലാം തന്നെ, കൊടുങ്കാറ്റുണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ. അപ്പം ആധ്യാത്മികം എന്ന് പറയുന്നത് സ്വന്തം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്വന്തം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടാകുന്നത്, നമ്മുടെ വാർദ്ധക്യം ഉണ്ടാകുന്നത്, ഇതൊക്കെ ആധ്യാത്മിക താപം. ഇതെല്ലാം കർമ്മത്തിനനുസരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സാധാരണക്കാരൻ ഈ 3 ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ കൃഷ്ണാവബോധത്തിൽ സംതൃപ്തനായ ഒരു ഭക്തനെ ഈ ദുഃഖങ്ങൾ ബാധിക്കുകയില്ല. ഭഗവാന്റെ അഭയം പ്രാപിച്ചവന്റെ വ്യക്തി എപ്പോഴും എന്തായിരിക്കും? സുസ്ഥിരമായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കണം? ഇത് ഒരു ദിവസം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ശരീരമാണ്, അല്ലേ? പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭഗവാനെ വിട്ടിട്ട് പോകും, ഭക്തി വിട്ടിട്ട് പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ 3 തരം അവസ്ഥകൾ ഈ ഭൗതിക ലോകത്തിൽ മസ്റ്റായിട്ടുണ്ടാകുന്നതാണ്. ആധ്യാത്മികവും, ഭൗതികവും, ആദിഭൗതികവും, പിന്നെ ആദിദൈവികവുമായിട്ടുള്ള ക്ലേശങ്ങൾ. ഈ 3 ക്ലേശങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ചിലർക്കത് അനുഭവപ്പെടില്ല. കാരണം അവർ പണ്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഇതനുസരിച്ച്. അപ്പം ഇതൊക്കെ മാറിയും തിരിഞ്ഞും വരും. അപ്പം ഈ ഒരു സാധാരണക്കാരൻ ഈ 3 ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ എന്ത് പറ്റും? കൃഷ്ണാവബോധത്തിൽ സംതൃപ്തനായ വ്യക്തി, ആ ഒരു ഭക്തനെ ഈ ദുഃഖങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതേയില്ല. കുന്തിദേവിയും പാണ്ഡവരും, അവർക്ക് എന്തോരം വിഷമങ്ങളായിരുന്നു, എന്തോരം പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവരെ ഇതൊന്നും ബാധിച്ചില്ല? അവരുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. അവർ ആ ഹയർ ടേസ്റ്റ് അറിഞ്ഞവരായിരുന്നു. അവർക്ക് ആ ഭഗവാനെ മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരീരത്തിന് ഒരു അസുഖം വരാതെ ഈ ശരീരം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കുക. ഈ ഒരു ഭൗതിക ലോകത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എല്ലാം തന്നെ. അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കാറിനകത്ത്, അല്ലെ, ഒരു AC ഉള്ള ഒരു കാറിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനോട് ഉപമിക്കാം. പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തെന്താണ്? അതികഠിനമായ വെയിലാണ്, അന്തരീക്ഷം മുഴുവൻ പൊടിയും പുകയും ഒക്കെ തന്നെ. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ആ ചൂടിലും ട്രാഫിക് ബ്ലോക്കിലും പെട്ട് വിയർത്ത് കുളിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇതാണ് ഭൗതിക ലോകത്തിലെ ത്രിവിധ ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി നല്ല എയർ കണ്ടീഷൻ ചെയ്ത കറുത്ത ഗ്ലാസുകളുള്ള ഒരു കാറിനുള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ പുറത്തെ അതികഠിനമായ ചൂട് ആ കാറിനുള്ളിലിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും ബാധിക്കുന്നില്ല. പുറത്തെ ബഹളങ്ങളോ മലിനീകരണമോ അയാളുടെ സമാധാനം കെടുത്തുന്നില്ല. അയാൾ ഉള്ളിലിരുന്ന് മനോഹരമായ സംഗീതം ആസ്വദിക്കുന്നു. ഇതുപോലെയാണ് കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തന്റെ അവസ്ഥയും. ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും, അതാണ് ചൂടും പൊടിപടലങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഭക്തൻ തൻ്റെ മനസ്സാകുന്ന കാറിനെ കൃഷ്ണാവബോധമാകുന്ന എയർ കണ്ടീഷനെ കൊണ്ട് സംരക്ഷിക്കുന്നു. ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയും കാരണം പുറം ലോകത്തെ ഒരു ദുഃഖത്തിനും ഭക്തന്റെ ആന്തരിക സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധി എവിടെയായിരിക്കും? ഭഗവാനിൽ പൂർണ്ണമായും ഉറച്ചിരിക്കുന്നു. അല്ലേ? അതാണ് ഒരു ഭക്തന്റെ മേന്മ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭക്തനായിട്ട് നമ്മൾ വേണം? മാറാൻ ശ്രമിക്കുകയെങ്കിലും നമ്മൾ വേണമെന്നാണ് പറയുന്നത്. ഈ 66-ാമത്തെ ശ്ലോകം. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയതാ ശാന്തിര
ശാന്തസ്യാകുതസുഖം. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന്, അല്ലെങ്കിൽ കൃഷ്ണനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവൻ എന്ത് ഉണ്ടാവില്ല? നാസ്തി ബുദ്ധിരയുക്തസ്യ നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവൻ എന്ത്? ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭഗവത്ഗീത ഉപദേശിച്ചതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ ഭഗവാനാണ് എന്ത് പറയും, നമ്മുടെ എല്ലാം അൾട്ടിമേറ്റ് ഗ്രന്ഥമായിട്ട് എല്ലാവരും കണക്കാക്കുന്നതും ഭഗവത്ഗീതയാണ്. അത് ഉപദേശിച്ച ഭഗവാൻ എന്താണ് പറയുന്നത്? പരമപുരുഷനുമായിട്ട് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്തവൻ എന്തുണ്ടാവില്ല? ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. പരമപുരുഷൻ ആരാണ്? കൃഷ്ണൻ. വേറെ ആളുകളിൽ മനസ്സുറപ്പിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റ് ആരാധനകളെ ഒന്നും കളിയാക്കുന്നതോ വേണ്ടാന്നോ പറയുന്നതല്ല. ഇവിടെ നമ്മൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പം നമ്മൾ വേറെ സുഖങ്ങൾ അന്വേഷിച്ച് ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പല ദേവീ ദേവതമാരുടെയും അല്ലെ പല ക്ഷേത്രങ്ങളിലും നമ്മളെല്ലാം കയറി ഇറങ്ങുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? അതിനൊന്നും കാര്യമില്ല. എന്താണ് അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ബുദ്ധി എവിടെയല്ല ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ഇങ്ങനെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നത്, പലയിടത്തും പോകേണ്ടി വരുന്നത്. അപ്പം പരമപുരുഷനുമായിട്ടാണെന്ത് നമ്മുടെ ബുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എവിടെയാണ് ഉറക്കേണ്ടത്? പരമപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തി വേണം, അല്ലെങ്കിൽ ഭഗവാനിലായിരിക്കണം ശരണാഗതി പ്രാപിക്കേണ്ടത്. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തതിന് ദിവ്യബുദ്ധിയോ എന്തോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ എന്ത് കിട്ടില്ല? അതില്ലെങ്കിൽ എന്ത് കിട്ടില്ല? സമാധാനം കൈവരിക്കാൻ എന്ത് സാധ്യമല്ല. അപ്പം സമാധാനം ഇല്ലെങ്കിൽ എന്തില്ല? ശാന്തസ്യ കുതസുഖം. സമാധാനമില്ലെങ്കിൽ എന്തില്ല? സുഖം എവിടെ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ശാന്തിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ഓട്ടം ഓടി നടക്കുകയാണ്. അപ്പൊ ആ സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തണം. എല്ലാവരും സുഖം അന്വേഷിച്ച് നടക്കുകയാണ്. ഇന്നൊരു സുഖമാണെങ്കിൽ നാളെ വേറൊരു സുഖത്തിൻ്റെ പറയും, മറ്റന്നാൾ വേറൊരു സുഖത്തിൻ്റെ പറയും. അതുണ്ടായി തൃപ്തിയാവും, അത് കിട്ടിയില്ല, പിന്നെയും അടുത്തത്. അതെന്തുകൊണ്ടാണത്? സമാധാനമില്ലാത്തതുകൊണ്ട്. ആ സമാധാനം വരണമെങ്കിൽ എന്ത് വേണം? പലയിടത്തും കറങ്ങി നടക്കുന്ന പരിപാടികൾ നിർത്തുക, ഒരിടത്ത് ഫോക്കസ് ചെയ്യുക, ഭഗവാനിൽ മാത്രം. ഇതെന്താ? ശാന്തിസൂത്രത്തെ, അല്ലേ, ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രശസ്തമായ ശാന്തിസൂത്രത്തെ അധ്യായം 5 29 ശ്ലോകം ഇവിടെ വിവരിക്കാം. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ തിരയുന്നതും എന്നാൽ കിട്ടാത്തതുമായ ഒന്നാണ് എന്ത്? സമാധാനം. അപ്പൊ യഥാർത്ഥ സമാധാനം എവിടെയാണ് ലഭിക്കുക എന്ന് ഭഗവാൻ കൃഷ്ണൻ കൃത്യമായിട്ട് എന്ത് പറഞ്ഞു തരുന്നു. ഇതിൻ്റെ ആത്മീയ തത്വവും അതിൽ അടങ്ങിയിരിക്കുന്ന 3 രഹസ്യങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉദാഹരണവും കൂടിയിട്ട് നമുക്ക് പറഞ്ഞെന്ന് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അപ്പൊ ഇതിന്റെ തത്വം എന്ന് പറയുന്നത് എന്ത്? കൃഷ്ണാവബോധമില്ലാതെ എന്തില്ല? സമാധാനമില്ല. മനസ്സിനൊരു അന്തിമ ലക്ഷ്യം ഇല്ലാത്തപ്പോഴാണെന്ത്? അത് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ആളുകൾ എത്രയൊക്കെ സമാധാനം ഉള്ളതായിട്ട് പുറമേക്ക് അഭിനയിച്ചാലും ഉള്ളിൽ അവരെപ്പോഴും എന്താണ്? അസ്വസ്ഥരും ദുഃഖിതരുമായിരിക്കും. കാരണം അവർക്ക് കൃഷ്ണനുമായുള്ള ബന്ധത്തെക്കുറിച്ച് എന്ത് അറിയില്ല. കൃഷ്ണാവബോധം എന്നത് തനിയെ വെളിപ്പെടുന്ന ഒരു ശാന്തമായ അവസ്ഥയാണ്. സമാധാനത്തിന്റെ 3 തൂണുകൾ നേരത്തെ പറഞ്ഞോളാം. 5-ാം അധ്യായത്തില് 29 ശ്ലോകത്തിൽ പറയുന്ന എന്ത്? ശാന്തി ലഭിക്കാനുള്ള 3 പ്രപഞ്ച സത്യങ്ങൾ. ശാന്തി ലഭിക്കാനുള്ള 3 പ്രപഞ്ച സത്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഭോക്താവ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും അന്തിമ ഫലം ആസ്വദിക്കേണ്ടത് ആര്? നമ്മളല്ല, ഭഗവാൻ കൃഷ്ണനാണ്. 2, ഉടമസ്ഥൻ.
ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും ജീവജാലങ്ങളുടെയും സമ്പത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥനാര്? ഭഗവാനാണ്. നമ്മൾ ഇവിടെ ഒന്നിന്റെയും ഉടമസ്ഥരല്ല, വെറും കാവൽക്കാർ മാത്രമാണ്. 3, സുഹൃത്ത്. ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ ജീവികളുടെയും യഥാർത്ഥ സുഹൃത്ത്. നമ്മളെ ഒരിക്കലും കൈവിടാത്ത സുഹൃത്ത് അവിടുന്ന് മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സുഹൃത്താരാണ്? ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ്. നമ്മളെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈവിടാത്ത സുഹൃത്ത് ആണ് ആര്? ഭഗവാൻ. അപ്പം ഈ 3 കാര്യങ്ങൾ ഒരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. എന്തൊക്കെയാണ്? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളുടെയും യജ്ഞങ്ങളുടെയും തപസ്സിൻ്റെയും അന്തിമ ഫലം ആസ്വദിക്കേണ്ടത് ആര്? നമ്മളല്ല. ആരാണ് പിന്നെ? ഭഗവാൻ കൃഷ്ണനാണ്, അല്ലെങ്കിൽ മറ്റാരുമല്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യുന്നത്? അതൊന്നുമല്ല. ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെ ഭോക്താവും ഒക്കെ ആരാണ്? തപസ്സുകളുടെയൊക്കെ ഭഗവാനാണ്. അതിൻ്റെയൊക്കെ ഉടമസ്ഥനും ഭഗവാനാണ്. പിന്നെ ഉടമസ്ഥൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും ജീവജാലങ്ങളുടെയും സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനാര്? ഭഗവാൻ. നമ്മുടെ ഉടമസ്ഥൻ ഭഗവാനാണ്. സർവചരാചരങ്ങൾ ചലിക്കുന്നതിൻ്റെയും ചലിക്കാത്തതിൻ്റെയും ഒക്കെ തന്നെ. നമ്മൾ ഇവിടെ ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെയാണ് എല്ലാം, അല്ലേ? വസ്തുവകകൾ, വീട്, കാറ്, അത് ഇത് എല്ലാം നമ്മുടെയാണെന്ന് വിചാരിച്ചാണ് നമ്മുടെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നതാണ് എന്ത്? അതിർത്തി തർക്കവും വീട്ടിലെ വഴക്കും ഒക്കെ തന്നെ. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? ആ വസ്തുവൊക്കെ പണ്ടെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, വേറെ ആരുടേതയോ ആയിരുന്നു. ഇനി നമ്മൾ പോയാൽ അത് വേറെ ആരുടെയൊക്കെ ആയി മാറും അത്. പിന്നെന്ത്? സുഹൃത്ത്. ഭഗവാനാണ് ഏറ്റവും വലിയ സുഹൃത്ത്. മറ്റ് സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്നും എന്താണ്? യഥാർത്ഥ സുഹൃത്തുക്കളല്ല. കാരണം എന്തുകൊണ്ടാ? 24 മണിക്കൂർ 24/7 നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ ഉള്ളത് ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മൾ നോക്കാത്തതാണ് എല്ലാ പ്രശ്നങ്ങളും കാരണം. അപ്പം ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാം. ഒരു വലിയ കമ്പനിയും അതിലെ മാനേജരും തമ്മിലുള്ള ഉദാഹരണം. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജനറൽ മാനേജർ ഒന്ന് സങ്കല്പിക്കുക. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണെന്ത് അവിടെ നടക്കുന്നത്. 100 കണക്കിന് ജോലിക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ അഹങ്കാരവും അസ്വസ്ഥതയും മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ. ഈ കമ്പനി എൻ്റേതാണ്, ഇവിടുത്തെ ലാഭം മുഴുവൻ എനിക്കുള്ളതാണ്, ഞാൻ വിചാരിച്ചാലേ ഇത് നടക്കൂ എന്ന് ആ മാനേജർ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ഒരൊറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. പലരുടെയും ചിന്ത അതാണ്. നമ്മളിൽ പല ജോലിക്കാരും ഒക്കെ ചിന്തിക്കുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിലായാൽ തന്നെ വിചാരിക്കില്ലേ, ഞാനില്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യമൊന്നും നടക്കത്തില്ല, ഞാൻ ആ കമ്പനി ജോലിക്ക് പോയില്ലെങ്കിൽ കമ്പനി താഴെ വീരും. അങ്ങനെയാണോ? ഇല്ല. നമ്മുടെ വീട്ടിലെല്ലാം കാര്യങ്ങൾ നടക്കും. പല വീടുകളിലും ആ വീട്ടമ്മമാർ മരിച്ചു പോകുന്നില്ലേ? ആ വീട്ടിലെ കാര്യങ്ങൾ മുടങ്ങി പോകുന്നുണ്ടോ? ഇല്ല. പല കമ്പനികളിലെ മാനേജർമാർ മാറിപ്പോകുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഭരണം മാറുന്നുണ്ട്. ആ മുഖ്യമന്ത്രി വിചാരിക്കുക, അല്ലെ പ്രധാനമന്ത്രി വിചാരിക്കുക, ഞാനില്ലെങ്കിൽ തീർന്ന്. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു രാത്രി പോലും സമാധാനത്തെ ഉറങ്ങാൻ കഴിയില്ല. എന്നാൽ ആ മാനേജർ ചിന്തിക്കുകയാണ്, ഈ കമ്പനിയുടെ യഥാർത്ഥ മുതലാളി ഞാനല്ല, കോടീശ്വരനായ മറ്റൊരാളാണ്. ഞാനിവിടെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജീവനക്കാരൻ മാത്രമാണ്. ലാഭനഷ്ടങ്ങൾ എന്നെ ബാധിക്കില്ല. എൻ്റെ മുതലാളി വളരെ ദയാലുവാണ്, എൻ്റെ നല്ല സുഹൃത്താണ്. ഈ ഒരു ചിന്ത മാനേജർക്ക് എത്ര വലിയ സമാധാനമാണ് നൽകുന്നത്. അദ്ദേഹം തൻ്റെ ജോലി കൃത്യമായി ചെയ്യും. എന്നാൽ കമ്പനിയുടെ ഭാരം മുഴുവൻ തലയിൽ വെച്ച് നടക്കില്ല. കാരണം യഥാർത്ഥ മുതലാളി മുകളിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. നമ്മളും ചിന്തിച്ചാൽ മതി, യഥാർത്ഥ മുതലാളി എവിടെ ഉണ്ട്? മുകളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അപ്പം ഇതിന് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചമാകുന്ന വലിയ കമ്പനിയും. അതിൻ്റെ യഥാർത്ഥ മുതലാളി ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. നമ്മളിവിടെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം
ജീവിക്കുന്ന സേവകർ മാത്രമാണ്. ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം എൻ്റേതാണ് എന്ന അഹങ്കാരം ഉപേക്ഷിച്ച് എല്ലാം കൃഷ്ണൻ്റേതാണെന്ന് സമ്മതിക്കുമ്പോൾ ആ മനുഷ്യൻ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ആ അവസ്ഥയിലാണെന്ത് യഥാർത്ഥ സമാധാനം ജനിക്കുന്നത്. അപ്പം യഥാർത്ഥ സമാധാനം ജനിക്കുന്നത് എങ്ങനെയാണ്, അല്ല യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ എല്ലാം യഥാർത്ഥ മുതലാളി ഭഗവാൻ കൃഷ്ണനാണ്. നമ്മൾ ഇവിടെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന സേവകർ മാത്രമാണ്. ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം എൻ്റേതാണ് എന്ന അഹങ്കാരം ഉപേക്ഷിച്ച് എല്ലാം കൃഷ്ണൻ്റേതാണെന്ന് സമ്മതിക്കുമ്പോൾ മനുഷ്യൻ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ആ അവസ്ഥയിലാണെന്ത് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ.